എന്തായാലും വെയിറ്റുള്ള ഇന്നാണെങ്കിലേ നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. ഇന്നല്ല, ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലൊരു കാറ്റിനും മഴയ്ക്കും ശേഷം ഞങ്ങൾ മുറ്റത്ത് മാങ്ങ പെറുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അമ്മ മാത്രമല്ല കേട്ടോ, ഞാനുണ്ടായിരുന്നു, ഡാരിസ് ഉണ്ടായിരുന്നു, കെവിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ആട്ടോ മാങ്ങ പെറുക്കാൻ വേണ്ടി പോയത്. ഒരുപാട് മാങ്ങകൾ വീണ് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അധികവും വവ്വാല് കടിച്ചതും കാക്ക കുത്തിയതും മേളിൽ നിന്ന് താഴെ വീണ് ചതഞ്ഞു പോയതൊക്കെ ആയിട്ടുള്ള മാങ്ങകളാണ്. നാട്ടിൽ വന്നതിന് ശേഷം മര്യാദയ്ക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല കേട്ടോ. അതുപോലത്തെ മഴയും കാറ്റൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ വാഴയും റബ്ബറൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല കാറ്റും മഴയൊക്കെയാണ്. ഒരുമാതിരി രാവിലെ ആയാലും ഇരുണ്ട് മൂടിയ ഒരു കാലാവസ്ഥ, ഒരു കുണമില്ലാത്ത കാലാവസ്ഥ. അടുത്ത വലിയ കാറ്റും മഴയും വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീടിന്റെ പുറകുവശത്തുള്ള മാവിന്റെ ചോട്ടിലൂടെ ഒന്ന് പോയി നോക്കുവാണ്. പണ്ടേ എന്റെയൊക്കെ ചെറുപ്പത്തിൽ മാവ് പാട്ടത്തിന് കൊടുക്കും കേട്ടോ. അപ്പൊ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ വരും. അങ്ങനെ മാങ്ങ പറിക്കാൻ ആൾക്കാർ വന്ന് മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ മുറ്റത്ത് പോയി നിന്നാട്ടോ. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് മാവിന്റെ ചോട്ടിലാട്ടോ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവര് പറിക്കുന്നതിൽ ഒരു മാങ്ങ വന്ന് എന്റെ തലയിൽ വീണിട്ടുണ്ടായിരുന്നു. നേരെ വന്ന് വീണില്ല, ഏതോ ഒരു മരക്കമ്പേൽ അങ്ങനെ തട്ടിയിട്ട വന്ന് വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാങ്ങ തലയിൽ വീണ് ശ്വാസമൊക്കെ മുട്ടി വയ്യാണ്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അന്ന് ചത്തില്ല. ഇതുപോലെ തന്നെ വേറൊരു കഥയും കൂടെ ഉണ്ട് കേട്ടോ. മാവേൽ ഊഞ്ഞാല് കെട്ടിയിട്ട് അത് പൊട്ടി വീണ് ശ്വാസം മുട്ടി വേറൊരു കഥ. അത് പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാവേ. വീട്ടിൽ വന്ന് മാവും മാങ്ങയൊക്കെ കാണുമ്പോൾ ഈ കഥകളൊക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട് കേട്ടോ. പിന്നെ മറക്കാതിരിക്കാൻ അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. ഡാരിസ് ഈ തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുന്നത് നല്ല കാറ്റ് വീശുമ്പോഴാട്ടോ. ഇനി മാങ്ങയെങ്ങാനും വന്ന് തലയിൽ വീണ് ഡാരിസിനും ശ്വാസം മുട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കെവിനെ ആണെങ്കിലും നന്നായിട്ട് കൊതുക് കുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. റബ്ബർ തോട്ടത്തിന്റെ നടുക്കായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊതുകുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ മാങ്ങാപ്പഴമൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് വരുന്ന ഈച്ചയും കൊതുകും എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ മാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാവിന്റെ ചോട്ടിൽ ഒരുപാട് മാങ്ങകൾ വീണ് കിടപ്പുണ്ടായിരുന്നെങ്കിലും വവ്വാല് കൊത്തിയതും മാവിനാണെങ്കിലും നല്ല ഹൈറ്റ് ആട്ടോ. അപ്പൊ താഴെ വീണ് പൊട്ടിപ്പോയതും അങ്ങനെയുള്ള മാങ്ങകളായിരുന്നു കേട്ടോ. എങ്കിലും നമുക്ക് തട്ടാത്തയും പൊട്ടാത്തതൊക്കെ ആയിട്ടുള്ള കുറച്ച് മാങ്ങകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പുല്ല് വളർന്ന് നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് കാട്ടിലേക്ക് പോയി പെറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡാരിസും അമ്മയൊക്കെ പോയി പെറുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട് നിറച്ച് ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയിട്ടോ. ആണെങ്കിലും മാങ്ങ പെറുക്കാൻ വേണ്ടി വന്ന് കൊതുകടി സഹിക്കാൻ വയ്യാണ്ട് അവൻ അപ്പാപ്പൻ്റെ കൂടെ പശുവിനെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ മാങ്ങയ്ക്ക് പെറുക്കി കൊണ്ടുവന്ന് ഇനി ഞങ്ങൾക്ക് മുറിച്ച് തരുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും മാങ്ങ പെറുക്കിക്കൊണ്ട് വരാനൊക്കെ ഇഷ്ടമാണെങ്കിലും ചെത്തി തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാട്ടോ. അതിന് അമ്മ തന്നെ വരണം. അമ്മയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാങ്ങയൊക്കെ ചെത്തി കൊണ്ട് വെച്ച് തരും കേട്ടോ കഴിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ അമ്മ മാങ്ങ ചെത്തുന്നു, ഞങ്ങൾ കഴിക്കുന്നു. പണ്ടൊക്കെ ഒരുപാട് മാങ്ങ കഴിക്കാൻ കിട്ടുമ്പോഴേ അങ്ങനെ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ തുടങ്ങി, കാശ് കൊടുത്ത് മാങ്ങ മേടിച്ച് കഴിക്കാൻ തുടങ്ങുമ്പോഴാട്ടോ അതിന്റെ വില മനസ്സിലാവുന്നത്. ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഒരുപാട് മാങ്ങാപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുണ്ട് ഒരുപാട് മാങ്ങാപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാം.